ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്ര ആര്യനോട് വന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ആര്യൻ പറയാം, മിത്രേ, എനിക്കിപ്പോൾ ഒരു അപകടം ഉണ്ടായി. ഇതോടുകൂടി ഞാനൊരു കാര്യം മനസ്സിലാക്കി. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ ഒറ്റയ്ക്കാവാൻ പാടില്ല. നിനക്ക് എന്തെങ്കിലും ഒരു സേഫ്റ്റി വേണ്ടേ? എന്തിനാ ആര്യ അങ്ങനെയൊക്കെ പറയണം? വേണം. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഒരു പ്രത്യേക ബാങ്ക് ബാലൻസോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ആര്യ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇപ്പോൾ അസുഖമൊക്കെ മാറട്ടെ. എൻ്റെ കാര്യം എനിക്കതല്ല വലുത്. എനിക്ക് ആര്യനാണ് വലുത്. ആര്യൻ്റെ ആരോഗ്യമല്ലേ എനിക്ക് ആവശ്യം. ഇപ്പോൾ എങ്ങനെയെങ്കിലും എണീറ്റ് നടക്കാൻ നോക്ക് എന്ന് പറയാട്ടോ. അങ്ങനെയല്ല, ഞാൻ ചില കാര്യങ്ങൾ ആലോചിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, എനിക്കെന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു പോയാൽ നിൻ്റെ പഠിത്തം വഴിയാധാരമാവും. നിനക്ക് ആരുമില്ലാതാവും. നിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പൈസ ഇല്ല, ജോലിയില്ല. അപ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു കരുതൽ വേണ്ടേ? ഞാൻ അതുകൊണ്ടാണ് തീരുമാനിച്ചതെന്ന് പറയാട്ടോ. അപ്പോൾ മിത്ര അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടത്തിലാവണുണ്ട്. എന്നിട്ട് പറയാം, ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ നടക്കാൻ പറ്റുമോ നോക്കാമല്ലോ. എന്നെ പിടിച്ചോ, നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമോ മിത്രേ? മതി, ഞാൻ മാത്രം മതി എൻ്റെ ആര്യനെ താങ്ങാനായിട്ട്. അങ്ങനെ അവർ പുറത്തേക്ക് നടക്കുകയാണ്. ആര്യനെ താങ്ങി പിടിച്ചിട്ട് മിത്രയും കൂടെ ചേർന്ന് നടക്കുന്നുണ്ട്. ആര്യൻ കാല് വയ്യാണ്ട് പതിയൊക്കെ ഹാളിലേക്ക് വരുമ്പോഴാണ് അച്ഛൻ അതുപോലെ തന്നെ നടത്തയൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി വരിക. മുമ്പ് എപ്പോഴും കയ്യിൽ നടത്ത കഴിഞ്ഞ് വരുമ്പോൾ ഒരു കവറ് കാണും. വടയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്, ചൂട് വട രാവിലെ തന്നെ. അത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ ഒരു പതിവൊന്നും ഇല്ലല്ലോ. വീണ്ടും കുടുംബം പഴയ പോലെ ആയതുകൊണ്ട് തന്നെ ബാലൻ അതും കൊണ്ടാണ് വരുന്നത്. വന്ന പാടെ തന്നെ ആര്യൻ പതിയെ എണീച്ച് നടക്കുന്നതാണ് കാണുന്നത്. ആര്യ, നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പം? കുഴപ്പമില്ല അച്ഛാ, ഇച്ചിരി വേദന കുറഞ്ഞിട്ടുണ്ട്. പതിയെ ഇങ്ങനെ നടക്കാം. ശരി, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഇത് നീ കഴിച്ചോ എന്നും പറഞ്ഞ് അതിൽ നിന്നൊരു വട എടുത്ത് കൊടുക്കുക. അപ്പോൾ ആര്യനതങ്ങ് സന്തോഷമാവാണ്. അപ്പോൾ ആര്യം പറയാം, ഓ, ഇത് കുറച്ച് നാളായിട്ട് മുടങ്ങിക്കിടന്ന കാര്യമല്ലേ, വീണ്ടും തുടങ്ങിയതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടോ. അനുമോളും ദേവിയും ഗോമതിയും ആനന്ദും ഒക്കെ എല്ലാവർക്കും വട കൊടുക്കുകയാണ്. ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും വാങ്ങിച്ച് കഴിക്കുമ്പോൾ ദേവി സാധാരണ പറയുമല്ലോ, അയ്യോ, ഇത് എണ്ണയിൽ ഉണ്ടാക്കുന്നതല്ലേ, രാവിലെ തന്നെ എണ്ണ കഴിച്ചാൽ ശരിയാകുമോ? അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറയാം. അപ്പോൾ ഗോമതി പറയുന്നുണ്ട്, ഇത് എണ്ണയിലുണ്ടാക്കിയാലും എന്തിലുണ്ടാക്കിയാലും എൻ്റെ ബാലേട്ടൻ അത് സ്നേഹത്തോടെ കൊണ്ടു തരുന്നതാണ്. ഇത് പണ്ട് മുതലേ ഉള്ള ഒരു പതിവാണ്, അറിയോ? ഇത് സ്ഥിരമായിട്ട് ഇവിടെ എത്തിയില്ലെങ്കിൽ ആകെപ്പാടെ ഇവിടുത്തെ ആ ഒരു ഐശ്വര്യമേ പോവും. ഈ രാവിലെ നടന്നു കഴിഞ്ഞിട്ട് വരുമ്പോൾ ബാലേട്ടൻ കൊണ്ടുവരണ ഈ വടയാണ് ഈ വീടിൻ്റെ തന്നെ ഐശ്വര്യം. അതുകൊണ്ട് ഞാനിത് കഴിക്കും എന്ന് ഗോമതി പറയാം. എല്ലാവരും കഴിക്കണ കാണുമ്പോൾ ശ്രീദേവിക്കും ഒരു കൊതിയൊക്കെ വരുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാനായിട്ട് കുറയ്ക്കുന്ന എന്തിനാ, ഞാനും കഴിച്ചോളാമെന്ന് പറഞ്ഞ് ആ വട വാങ്ങാണ്. എന്നിട്ട് ഉടനെ തന്നെ ദേവി പറയുന്നുണ്ട്, ശരി, എന്നാൽ പിന്നെ ഞാൻ പോയി ഇറങ്ങട്ടെ. എങ്ങോട്ട് പോകാൻ അടി ഇറങ്ങുന്നേ എന്ന് ഗോമതി ചോദിക്കുമ്പോൾ, അമ്മയ്ക്ക് അറിയില്ലേ ഗോമതി സ്റ്റോറി പോകണ്ടേ? അപ്പോൾ ബാലൻ പെട്ടെന്ന് പറയാം, മോളെ, ഇന്ന് മുതൽ നീ കടയിൽ പോകണ്ട. അതെന്താ വെച്ചാൽ ഞാൻ പോയാൽ പോകണ്ട, കാര്യം വേറെ ഉണ്ട്. പിന്നെ വേറൊന്നും കൊണ്ടല്ല, ഇന്ന് മുതൽ ഞാൻ തന്നെ കടയിൽ പൊക്കോളാം. അതുമാത്രമല്ല, ഇത്രയും പഠിപ്പും അറിവും ഒക്കെ ഉള്ള നീ ആ കടയിൽ ചെന്നിരിക്കുന്നത് ശരിയാണോ? ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് അത് വേണ്ട. ഈ പഠിപ്പുള്ള നിനക്ക് ഞാൻ വേറെ ഒരു ജോലി വാങ്ങിത്തരാം, അതുപോരെ? അയ്യോ വേണ്ട അച്ഛാ, എനിക്ക് ഗോമതി സ്റ്റോർ ഇരുന്നാൽ മതി. അങ്ങനെയൊന്നും പറയരുത്. ഇത്രത്തോളം നീ പഠിച്ച കുട്ടിയാണ്. ഒരു പലവ്യഞ്ജന കടയിൽ ചെന്ന് നിൻ്റെ ഭാവി കളയാനുള്ളതല്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി വേറൊരു ജോലി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാളെ മുതലേ നീ പോകണം. എന്ത് ജോലി? നീ ഇനി മുതലൊരു ടീച്ചറാവാൻ പോവുക. ടീച്ചറോ? അച്ഛാ, എന്താ ഈ പറയണേ? അതെ, ഞാൻ നമ്മുടെ ഇവിടുത്തെ ഒരു സ്കൂളിലെ അവിടെ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ സാറിനെ പോയി കണ്ട് നിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം അവിടെ കൊടുക്കണം. അപ്പോൾ ജോലിക്ക് കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ അയ്യോ അച്ഛാ, ഞാൻ പോവില്ല, എനിക്ക് വേണ്ട, എനിക്കിത് മതി, വേറെ ജോലിയൊന്നും ഞാൻ പോവില്ല, അത് പറഞ്ഞാൽ പറ്റില്ല. അങ്ങനെ ആര്യനും മിത്രയും മീനാക്ഷിയും ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാലൻ്റെ ഒപ്പം എന്നിട്ട് ദേവിയോട് പറയാം, കൺഗ്രാജുലേഷൻസ്, നല്ലൊരു ജോലി കിട്ടിയിട്ട് പോകാൻ വയ്യെന്നോ? ഒരു വരുമാനം ആവില്ലേ? നല്ല കാര്യമല്ലേ? കയ്യിൽ 10 പൈസ ഉള്ളത് നല്ലത്. അതും പോരാഞ്ഞിട്ട് ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അന്തസ്സുള്ളൊരു ജോലിയല്ലേ, കുട്ടികളെ പഠിപ്പിക്കുക. അയ്യോ എനിക്ക് വയ്യ ദൈവമേ, ആകെ വിറയൽ തുടങ്ങി ദേവിക്ക്. ഒരറിവില്ലാത്ത ഞാൻ എങ്ങനെ പോയി കുട്ടികളെ പഠിപ്പിക്കാനാ അച്ഛാന്ന് മനസ്സിലാലോചിക്കാട്ടോ. അവസാനം എല്ലാവരും കൂടെ അങ്ങ് സമ്മതിക്കുകയാണ്. എന്നിട്ട് ആ സാറിൻ്റെ ഫോൺ അങ്ങോട്ട് വിളിക്കണം. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ സ്പീക്കറിലിടാം, ആ സാറ് ഒടിഞ്ഞ് സംസാരിക്കാം. അങ്ങനെ അയാളോട് സംസാരിക്കുകയാണ് ദേവിയുടെ മുന്നിൽ വെച്ച്. സാർ, എൻ്റെ മോള് ദേവി എല്ലാ സർട്ടിഫിക്കറ്റും 2 പേരും ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിനെന്താ? ശ്രീദേവി അല്ലേ? ഒരു കാര്യം ചെയ്യും, എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഓഫീസിലേക്ക് വന്നാൽ മതി. ജോലിക്ക് കയറാൻ നാളെ മുതൽ കേട്ടോ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുമ്പോൾ ദേവി തല കറങ്ങുന്നത് പോലെ ആയിട്ടോ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ സങ്കടത്തോടുകൂടി അകത്തേക്ക് ചെല്ലുമ്പോൾ ആനന്ദിൻ്റെ അടുത്ത് ബാലൻ പറയണം, ആനന്ദേ, നീ വേണം അവളെ കൊണ്ട് വിടാനായിട്ട്, നിൻ്റെ ഉത്തരവാദിത്തം അതൊക്കെ ഞാൻ ഏറ്റു. അകത്ത് കയറി ചെന്ന ആനന്ദിനോട് ദേവി പറയുന്നുണ്ട്, ആനന്ദേട്ടാ, ഞാൻ ഈ ജോലിക്ക് പോകുന്നില്ല എന്ന്.
അപ്പോൾ ആനന്ദ് ചോദിക്കണം, നിനക്കല്ലേ വീട്ടിലിരുന്ന് ബോറടിക്കണമെന്നും ജോലി വേണമെന്നൊക്കെ പറഞ്ഞ്. അതിന് നമ്മുടെ ഗോമതി സ്റ്റോർ ഉണ്ടല്ലോ, ഞാൻ അവിടെ പോയാൽ പോരെ, എനിക്ക് അതേ പറ്റത്തുള്ളൂ. അയ്യേ അത് വേണ്ട, നിനക്ക് ഇത്രയൊക്കെ അറിവും പഠിത്തമൊക്കെ ഉള്ളതല്ലേ, പിന്നെ നീ എന്തോരെ പഠിച്ചു? കൊള്ളാം, MA വരെ പഠിച്ചതല്ലേ, അതും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. വെറുതെ ഇരിക്കാവുന്ന ഒരാളാണോ? അച്ഛൻ പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല, ഈ ജോലിക്ക് നീ പോയേ പറ്റൂ, നിന്നെ ഞാൻ കൊണ്ടുവിടാമെന്ന് പറയാം. അവസാനം ദേവിയെടുത്ത് പറയാം, 10 പൈസ കയ്യിൽ വരുന്നൊരു കാര്യമല്ലേടി, നമ്മളെ വീട്ടിലെല്ലാവരും ഒരു തരത്തിൽ ജോലിയും വരുമാനം കുറവാണ്. അച്ഛൻ്റെ വരുമാനത്തിലാണ് ബാക്കിയെല്ലാം, അറിയാലോ. പിന്നെ എൻ്റെ വരുമാനം, പിന്നെ ഇവിടെ ഇപ്പോൾ ആര്യൻ ഇങ്ങനെ കിടക്കുന്നു, മിത്രയ്ക്കും ജോലി ആയിട്ടില്ല. നിനക്കും കൂടെ ഒരു നല്ലൊരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഈ കുടുംബത്തിനൊരു ആശ്വാസമാവും ദേവി. അതുകൊണ്ട് നീ ഇത് വേണ്ടാന്ന് വെക്കരുത്. എന്നാൽ ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ കൊണ്ടാക്കാനായിട്ട് ആനന്ദേട്ടൻ വരണ്ട. അതെന്താ, എൻ്റെ ഭാര്യയെ ജോലിക്ക് കൊണ്ടാക്കുന്നത് എനിക്ക് അഭിമാനമല്ലേടി, അതും നീ ടീച്ചറാണെന്നും കൂടെ പറയുമ്പോൾ അതിലും അഭിമാനമാണ് എനിക്ക്. ഞാൻ തന്നെ നീ കൊണ്ടുവിടും എന്ന് പറഞ്ഞാൽ ഞാൻ പോയി ഫ്രഷായിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട്. ആനന്ദ് അങ്ങോട്ട് പോകുമ്പോൾ ദേവി ആകെപ്പാടെ ചങ്കിടിപ്പായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്നിട്ട് മനസ്സിലാലോചിക്കുക, കുട്ടികളെ മുമ്പേ ചെന്നിരുന്നു കൊണ്ട് ഞാൻ ദൈവമേ എൻ്റെ മക്കളെ എനിക്കൊന്നും അറിയില്ല, ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളെ പഠിപ്പിക്കുള്ളൂ, ഒരു കുറ്റവും പറയല്ലേ, ഇതൊക്കെ കേട്ടോണ്ടിരുന്നോളണേ എന്നൊക്കെ സ്വപ്നത്തിൽ കാണുക കേട്ടോ. അങ്ങനെ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ ഒരു വിവരവും ഇല്ലേ, നിങ്ങൾ പഠിപ്പില്ലേ, ഇതാണോ 10ാം ക്ലാസ് പഠിച്ചിട്ടാണോ ഇവിടെ വന്നിട്ട് ടീച്ചറാവാൻ നോക്കുന്നത് എന്ന് പറഞ്ഞ് അയാൾ അടിച്ച് പുറത്താക്കും. ഇതൊക്കെയാണ് മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ദേവി. അങ്ങനെ ആനന്ദ് അങ്ങോട്ട് മാറുമ്പോൾ അപ്പം തന്നെ നമ്മുടെ ശ്രീലതയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിളിച്ചോടനെ തന്നെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ദേ നിങ്ങളെല്ലാവരും കൂടെ എന്നെ വലിയൊരു ചതിക്കുഴിയിലാണ് എടുത്തിരിക്കുന്നത്. എന്താടി കാര്യം? എന്താ കാര്യമെന്നോ? ഓരോ കള്ളത്തരങ്ങൾ പറയുമ്പോൾ ആലോചിക്കണമായിരുന്നു. എന്ത് കള്ളത്തരം? നമ്മുടെ എല്ലാവരും തട്ടിപ്പ് ഇപ്പം തന്നെ പിടിക്കാൻ പോവാ അമ്മേ. തട്ടിപ്പ് പിടിക്കാൻ പോവാന്നോ? എന്തോ അടി നീ പറയണേ? എനിക്കിവിടെ ജോലി വാങ്ങിത്തരാൻ അച്ഛൻ റെഡിയായിരിക്കുക സ്കൂൾ ടീച്ചറായിട്ട്. അയ്യോ നല്ല കാര്യമല്ലേ, അയ്യോ എന്നും പറഞ്ഞു ഉദയഭാനുവും ശ്രീകലയും കൂടെ ഭയങ്കര സന്തോഷത്തിലാട്ടോ. അപ്പോൾ ദേവി പറയാം, കൊള്ളാം, ഇങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ. നിങ്ങൾ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് പറഞ്ഞത്? നിങ്ങളുടെ മോള് MA BA ഒക്കെ പഠിച്ച് പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തതാണെന്നും ഒക്കെ പറഞ്ഞു വെച്ച് കൊടുത്തില്ലേ? ഇപ്പം എനിക്കത് തലവേദനയായി. സ്കൂളിൽ പോയിട്ട് സ്കൂൾ ടീച്ചറായിട്ടാണ് അവരെനിക്ക് ജോലി വാങ്ങിത്തരുന്നത്. എനിക്ക് എന്തെങ്കിലും പഠിപ്പിക്കാൻ അറിയോ? ഒന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടായി. അവസാനം നിങ്ങൾ ഒരു കാര്യം ചെയ്യും, വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാടി. വരുന്നിടത്ത് വെച്ച് കാണാനോ? ഇപ്പോഴും നിങ്ങളുടെ അഹങ്കാരത്തിനൊരു കുറവുമില്ലല്ലേ? ഇത്രയൊക്കെ ആയി എന്നെ ഒരു പടുകുഴിയിൽ കൊണ്ട് തള്ളിയിട്ടിട്ടും പറയുന്ന വർത്തമാനം കേട്ടില്ലേ? ദേ അച്ഛാ, മര്യാദയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തന്നോ, ഇല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും ഇവിടെ വന്ന് തുറന്നു പറ, അതാ നല്ലത്. ഇനിയും നമുക്ക് ഈ ഒളിച്ചുകളി പറ്റത്തില്ല. എനിക്ക് വയ്യ ഇവരുടെ മുന്നിലേക്ക്. ഞാനില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ വാ, നമുക്ക് കൂട്ടത്തോടെ അങ്ങ് ആത്മഹത്യ ചെയ്യാം. അതാകുമ്പോൾ ഒന്നും അറിയണ്ടല്ലോ. എൻ്റെ പൊന്നു മോളെ, നീ അബദ്ധമൊന്നും കാണിച്ചിക്കില്ലേ? നിനക്കിപ്പോൾ ആ സ്കൂളിലെ ജോലി വേണ്ട, നിനക്ക് അവിടെ പോകാൻ പറ്റില്ല അല്ലേ? അതല്ലേ, അതെങ്ങനെയെങ്കിലും ഞാൻ തടയണം. നീ സമാധാനമായിട്ടിരിക്കേ, ഞാനൊരു വരവ് വരുന്നുണ്ട് അങ്ങോട്ട് എന്ന് ദേവാനു പറഞ്ഞ് സമാധാനപ്പെടുത്താട്ടെ. എപ്പിസോഡ് തീരാ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.